സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണേ എന്ന് ഈ പുണ്യ സുദിനത്തിലും എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെയേറെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ ഈ മഹനീയമായ ഈദ് ആഘോഷത്തിന്റെ വേളയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മളെല്ലാവരും. മഹാനായ ഒരു പ്രവാചകൻ 4000-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഭൂജാതനായ മഹാനായ ഒരു പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ മഹാനായ പ്രവാചകന്റെ ത്യാഗത്തിന്റെ, പരീക്ഷണങ്ങളുടെ ചരിത്രങ്ങൾ അയവിറക്കുന്ന, ഓർമ്മിക്കുന്ന മഹനീയമായ ത്യാഗത്തിന്റെ സന്ദേശങ്ങൾ നമ്മുടെ മനോമുകുരങ്ങളിലേക്ക് ഓടി വരുന്ന, അതല്ലെങ്കിൽ ഓടി വരേണ്ടുന്ന, അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ആ പ്രവാചകൻ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ വളരെയേറെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഇടയിൽ ജീവിച്ച മഹാനായ പ്രവാചകൻ യാതൊരു നിലക്കുള്ള പ്രതിസന്ധികളെയും വകവെക്കാതെ കൃത്യമായി തന്റെ ദൗത്യത്തിന്റെ നിർവഹണത്തിൽ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും തിന്മകളുടെ, ഇരുട്ടിന്റെ, അന്ധകാരത്തിന്റെ ശക്തികൾക്കെതിരെ കൃത്യമായ നിലക്ക് ആരെയും ഭയപ്പെടാതെ തുറന്ന് തന്റേതായ ബാധ്യത നിർവഹിച്ച് പ്രതികരണ മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പ്രമാണബദ്ധമായി അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി പിടിച്ചു നിന്ന മഹാനായ ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരായിരുന്നു ആ പ്രവാചകൻ എന്ന് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ധാരാളം ഗുണങ്ങൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഒരിടത്ത് അങ്ങനെയാണ് ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയത്. നിശ്ചയമായും ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു രംഗത്തും പിന്തുടരപ്പെടാവുന്ന നിലക്കുള്ള എല്ലാം തികഞ്ഞ മാതൃകായോഗ്യനായ ഒരു ഇമാമായിരുന്നു, ഒരു നേതാവായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഏതൊരു സമൂഹത്തിലെ ഏതൊരു ആളുകൾക്കും അവരുടെ ഏതൊരു പ്രശ്നത്തിലും മാതൃകാപരമായി എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിച്ചു തരാനും അതിന് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുവാനും യോഗ്യത നേടിയിട്ടുള്ള മഹാനായ നേതാവായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖാനിതൻ ലില്ലാഹ്, ഖാനിതൻ, വളരെയേറെ ഭയഭക്തിയോടെ ജീവിച്ച, അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച മഹാനായ പ്രവാചകൻ. ഹനീഫൻ, മനസ്സിൽ യാതൊരു വക്രതയുമില്ലാത്ത, യാതൊരു നിലക്കുള്ള വളവുമില്ലാത്ത ഋജുമാനസനായ പ്രവാചകൻ. അദ്ദേഹം വലം യകു മിനൽ മുശ്രികീൻ, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ശാകിറൻ ലിഅൻഉമിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന കൂട്ടത്തിലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അള്ളാഹു നേതാവായി തെരഞ്ഞെടുത്തു. അത്യുന്നതമായ പദവിയിലേക്ക് ആ മഹാനായ പ്രവാചകൻ നയിക്കപ്പെടുകയുമുണ്ടായി. ഇവിടെ സഹോദരന്മാരെ, ധാരാളക്കണക്കിന് പരീക്ഷണങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ തുടക്കം മുതലേ ഉണ്ടായത് എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഏത് കാര്യത്തെയും വളരെ അവധാനതയോടെ നേരിടാനുള്ള പക്വതയാർന്ന ഒരു സമീപനമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതെന്തും എന്തും നിറവേറ്റുവാൻ മനസ്സിന്റെ ഉടമയായ ഇബ്രാഹിം അല്ലദീ വഫാ, ഏത് കരാറുകളെയും ഏത് ഉടമ്പടികളെയും വളരെ കൃത്യമായി പാലിച്ച് നിറവേറ്റിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഉറ്റമിത്രം എന്ന ഖലീലുല്ലാഹി എന്ന നാമത്തിന് അർഹനായ മഹാനായ പ്രവാചകൻ. ഇങ്ങനെ എന്തുകൊണ്ടും വിശുദ്ധ ഖുർആൻ വളരെയേറെ വിവേകി എന്ന് വിശേഷിപ്പിച്ച ഹലീം എന്ന് പറഞ്ഞ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും സ്മരിക്കുകയും അവനിലേക്ക് വിനയത്തോടെ അടുക്കുകയും ചെയ്തിരുന്ന മുനീബ്, ധാരാളമായി അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി കുറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും കുറ്റം വരുമോ പാപം ഏൽക്കുമോ എന്ന നിലക്കുള്ള സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങിയ മഹാനായ പ്രവാചകൻ. ഇങ്ങനെ ധാരാളക്കണക്കിന് മഹത്വങ്ങൾ ഉണ്ടായിരുന്ന മഹാനായ ആ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം, നീ കൽപ്പനകൾക്ക് കീഴൊതുങ്ങണം, നീ കൽപ്പനകൾക്ക് കൃത്യമായി കീഴൊതുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സർവലോക പരിപാലകനായ അള്ളാഹുവിന് ഞാനിതാ എന്നെ സമ്പൂർണമായും സമർപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, അത് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് സാധിക്കും? ഈ ഈദിന്റെ സുദിനത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, സർവശക്തനായ നാഥൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവിന് ഞാനിതാ സർവവും കീഴ്പ്പെടുത്താൻ സമർപ്പിക്കുവാൻ സന്നദ്ധനാണെന്ന് പറയാനുള്ള മാനസികമായ പ്രായോഗിക രംഗത്തുള്ള നമ്മുടെ കരുത്ത് നാം തെളിയിച്ചിട്ടുണ്ടോ എന്ന് ഈ അവസരത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് യാതൊരു നിലക്കുള്ള പോറലുമേൽക്കാതെ പുറത്തേക്ക് കടന്ന മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന്. നിങ്ങൾ നോക്കൂ, എന്തെന്ത് പരീക്ഷണങ്ങളായിരുന്നു ആ മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായത്. പിറന്നു വീണ വീട്, അതുപോലെ തന്നെ തന്നെ വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കൾ, അതുപോലെ തന്നെ താൻ വളർന്ന നാട്, ആ നാട്ടിലെ സമൂഹം, ആ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അധികാരി വർഗം. ഇതിനിടയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുകയാണ്. ആരായിരുന്നു പിറന്ന വീട്ടിലുള്ള ബാപ്പ? അതുപോലെ തന്നെ ആരായിരുന്നു നാട്ടുകാർ? ആരായിരുന്നു അധികാരി വർഗം? റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ, സൂര്യനോട് പ്രാർത്ഥിച്ചിരുന്നവർ, ചന്ദ്രനെ വിളിച്ചു തേടിയിരുന്നവർ, നക്ഷത്രങ്ങളെ പൂജിച്ചിരുന്നവർ, അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ നിർമ്മിച്ച് ആ വിഗ്രഹങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹോൾസെയിൽ വ്യാപാരം നടത്തി ശിർക്കിന്റെ പ്രചാരണത്തിന് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ അധ്വാനിച്ച് നടന്ന ആസർ എന്ന് പറയുന്ന ബാപ്പയുടെ മോനായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വീഴുന്നത്. ആ ശിർക്കിന്റെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും ചെറുപ്പം മുതലേ കണ്ടു വളരുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകൾ കിട്ടി മഹാനായ ഒരു പ്രവാചകന്റെ അത്യുന്നതമായ പദവിയിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തപ്പെട്ട സാഹചര്യത്തിൽ അള്ളാഹു നിർമ്മിച്ചിട്ടുള്ള, റബ്ബ് തന്നോട് നിർദ്ദേശിച്ചിട്ടുള്ള സത്യത്തിന്റെ പ്രബോധനം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരംഭിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, എവിടെയാണ് ആ പ്രവാചകൻ പ്രബോധനം ആരംഭിക്കുന്നത്? എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഇരു കൈയും നീട്ടി വന്നോളൂ, പ്രസംഗിച്ചോളൂ, ദീന് പറഞ്ഞോളൂ, നിസ്കരിച്ചോളൂ, നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോളൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള മണ്ണാണിതെന്ന് പറയുന്ന തികച്ചും അനുകൂലമായ ഒരു സാഹചര്യത്തിലായിരുന്നില്ല മഹാനായ നമ്മുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനം. ആരുമില്ലാത്തക്ക് സഹിയായിട്ട്, ആരും കൂട്ടിനില്ല, ബാപ്പ പോലും കഠിന ശത്രുവാണ്, നാട്ടിലിറങ്ങിയാൽ കൂട്ടുകാരില്ല, ശത്രുക്കളാണ്, അധികാരി വർഗം ശത്രുക്കളാണ്, ആരാരുമില്ലാത്തൊരു ഒറ്റയാൾ പോരാട്ടം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ നാടുകളിലേക്കൊന്ന് മനസ്സുകൾ തിരിച്ചു കൊണ്ടുപോകൂ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു നാട്, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്കിന്റേതായ കോട്ടകൊത്തളങ്ങളുടേതായ പ്രദേശങ്ങൾ, അവിടെയുള്ള ഒരു മനുഷ്യൻ ആരും സഹായത്തിനില്ലാതിരുന്നിട്ടും മഹാനായ ആ പ്രവാചകൻ ആദർശം തുറന്നു പറയുകയാണ് സമൂഹത്തോട്.
ആരോടാണ് ആദ്യം പറയേണ്ടത് എന്ന മുൻഗണനാക്രമം ആ പ്രവാചകൻ പാലിച്ചു. നമ്മളൊക്കെ പാലിക്കാത്ത ഒരു മുൻഗണനാക്രമം. മറ്റുള്ളവരോട് പറയുന്നതിന്റെ മുമ്പ് സ്വന്തം കുടുംബത്തോടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യത്തിന്റെ സന്ദേശം പറയുന്നത്. പിതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹത്തോടെ, പൊന്നു പിതാവേ, നിങ്ങൾ എന്തിനാണ് കാണാത്ത, കേൾക്കാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ, അല്ലാഹുവല്ലാത്ത ഈ വസ്തുക്കളെ നിങ്ങൾ പൂജിക്കുന്നത്, ആരാധിക്കുന്നത്? പിതാവേ, എനിക്ക് സത്യം വന്നു കിട്ടിയിട്ടുണ്ട്. ആ സത്യത്തിലേക്കാണ് എന്റെ പൊന്നു പിതാവിനെ ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവേ, നിങ്ങളിപ്പോൾ നിലകൊള്ളുന്നത് പിശാച്ചിന്റെ പ്രസ്ഥാനമാണ്. പിശാച്ചിനെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയോടുകൂടെയാണ് ഉപ്പയോട് സംസാരിക്കുന്നത്. എന്റെ ഉപ്പ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് വേദനയേറിയ ശിക്ഷ ബാധിക്കുമോ എന്ന് ഭയപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഉപ്പയോട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെയായിരുന്നു ആ പിതാവിന്റെ പ്രതികരണം. മോനെ എന്ന വിളി പോലും ഉണ്ടായില്ല. മറിച്ചെന്താ പറഞ്ഞത്? ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന്, നിന്നെ ഇവിടെ നിന്ന് എറിഞ്ഞോടിക്കും, നിന്നെ എറിഞ്ഞു കൊല്ലും, നിന്നെ അതാക്കും എന്ന രൂപത്തിലുള്ള ഭീഷണികൾ, ധാരാളക്കണക്കിന് പ്രകോപനത്തിന് സാധ്യതയുള്ള ഭീഷണികളാണ് ഒരു വാപ്പയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ദീൻ പ്രബോധനം ചെയ്യുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രബോധകൻ ഒരിക്കലും അക്ഷമ കാണിച്ചില്ല. പറഞ്ഞു, ബാപ്പയോട് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ പിതാവേ, ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ നന്നാവാനും നിങ്ങളുടെ പാപമോചനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരുകയാണ്. എവിടേക്കാണ് ഇറങ്ങിപ്പോകുന്നത്? ആരാണ് ആ പ്രവാചകനെ സ്വീകരിക്കാൻ നാട്ടിലുള്ളത്? ഒരാളും സ്വീകരിക്കാനില്ല. എന്നിട്ടും പിതാവിന്റെ എല്ലാ രൂപത്തിലുള്ള സംരക്ഷണവും കിട്ടേണ്ടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം വീട് വിട്ടിറങ്ങേണ്ടി വന്നത് ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ചിന്തിക്കൂ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന, ആ മില്ലത്തിലാണെന്ന് അവകാശപ്പെടുന്ന ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് ദിനം തോറും നമ്മുടെ നിസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയുന്ന കൂട്ടത്തിൽ തന്നെ ധാരാളം സമയങ്ങളിൽ നമ്മുടെ തശഹ്ഹുദുകളിൽ, അത്തഹിയാത്തുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാത ഞാൻ പിൻപറ്റിയിട്ടുണ്ടോ? സ്വന്തം പിതാവിനോട് ആദർശം പറഞ്ഞിട്ടുണ്ടോ? ഇന്നുവരെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളോട് സത്യം ഇന്നുവരെ തുറന്നു പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യത്തിന്റെ സന്ദേശം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്. മഹാനായ ആ പ്രവാചകൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി സമൂഹത്തിന്റെ ഇടയിലേക്ക് വന്നു. സൂര്യനെ ചൂണ്ടി, ചന്ദ്രനെ ചൂണ്ടി, നക്ഷത്രങ്ങളെ ചൂണ്ടി, അവയുടെയൊക്കെയും കഴിവുകേടുകൾ ആ പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തി. നിങ്ങൾ ആരാധിക്കുന്ന സൂര്യനുണ്ടല്ലോ, നിങ്ങൾ ആരാധിക്കുന്ന ചന്ദ്രനുണ്ടല്ലോ, നക്ഷത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ ഓരോ സമയമാകുമ്പോൾ അസ്തമിച്ചു പോകുന്നത് കാണുന്നില്ലേ? അസ്തമിക്കാതെ എന്നെന്നും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മോടൊപ്പമുള്ള, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരു ശക്തിയെ ജനങ്ങളെ നമുക്കുള്ളൂ. അത് റബ്ബുൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണെന്ന് ആ പ്രവാചകൻ ജനങ്ങളോട് പരസ്യമായി പറഞ്ഞു, അധികാരി വർഗത്തോട് പറഞ്ഞു. പക്ഷേ ആ പ്രവാചകനെ കാത്തിരുന്നത് വലിയ രൂപത്തിലുള്ള ഒരു അഗ്നികുണ്ഡമായിരുന്നു. ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ മഹാനായ പ്രവാചകനെ തീ കുണ്ഡാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ധാരാളം ദൂരൻ എന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അവർ തീയിലേക്ക് എറിയുന്നത്. കാരണം തീക്കുണ്ടാരത്തിന്റെ വക്കിൽ പോയി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇട്ടാൽ ആ കൊണ്ടുപോകുന്ന വ്യക്തി അങ്ങ് കരിഞ്ഞ് ചറ്റിച്ചാമ്പലായി പോകും. അത്രത്തോളം കഠിനമായ ചൂട് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കുണ്ടത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം എടുത്തെറിയപ്പെട്ടപ്പോൾ ആ പ്രവാചകൻ പതറിയില്ല.
സത്യം പറഞ്ഞതിന്റെ പേരിൽ തന്റെ നാട്ടുകാര് തനിക്കൊരുക്കിയ ഈ ശിക്ഷയിൽ അദ്ദേഹം ഒരിക്കലും മനസ്സ് വേദനിച്ചില്ല, അദ്ദേഹത്തിന് പതർച്ചയുണ്ടായില്ല. ആ പ്രവാചകൻ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നേരത്ത് പ്രഖ്യാപിക്കുകയാണ്, ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് അല്ലാഹു മതി. എന്ത് കാര്യത്തിലും വരമേൽപ്പിക്കുവാൻ ഏറ്റവും പറ്റിയ, എന്തിനും എനിക്ക് അഭയം തേടി ചെല്ലാവുന്ന, എനിക്ക് കാവൽ നൽകുന്ന എന്റെ രക്ഷിതാവാണവൻ, അവൻ മതി എന്ന് പ്രഖ്യാപിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ അഗ്നികുണ്ഡം പട്ടുമെത്തയായി മാറുന്നു. ഒരു രോമകൂപത്തിന് പോലും പോറലേൽക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാം അതിൽ ദിവസങ്ങളോളം കഴിയുന്നു. കാരണം റബ്ബിന്റെ ഓർഡറാണ് തീയിനോട്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീന് ചൂട് നൽകിയ അല്ലാഹു, വസ്തുക്കളെ കത്തിച്ചാമ്പലാക്കാൻ കഴിവ് നൽകിയിട്ടുള്ള റബ്ബ്, അഗ്നിക്ക് കരിക്കാൻ കഴിവ് നൽകിയിട്ടുള്ള അതിന്റെ സൃഷ്ടാവായ റബ്ബ് ആ തീയോട് പറഞ്ഞു, കരിച്ചു പോകരുത്, ചൂട് വേണ്ട, ഇനി നിനക്കിപ്പോൾ തണുപ്പാണ് വേണ്ടത്. ഏത് വസ്തുവിനെയും ഉദ്ദേശിക്കുന്ന നിലക്ക് ആക്കി മാറ്റാൻ കഴിവുള്ള ഖദീറായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടിയായ തീയോട് പറയുന്നു, തീ നീ തണുപ്പും രക്ഷയുമായി തീരണം ഇബ്രാഹിമിനെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ തീ അങ്ങ് തണുത്തുറഞ്ഞു പോകുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒന്നും സംഭവിക്കാതെ മഹാനവറുകൾ ആ അഗ്നികുണ്ഡത്തിൽ കഴിയേണ്ടി വരുന്നു. പിന്നീട് അതാ വിജയത്തോടുകൂടി ഒന്നും സംഭവിക്കാത്ത നിലക്ക് പുഞ്ചിരി തൂകുന്ന മുഖവുമായി കൊണ്ട് മഹാനായ പ്രവാചകൻ പുറത്തേക്ക് കിടക്കുന്നു. ഇത് അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ മഹാനായ പ്രവാചകൻ വിജയിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ട് ഈ പ്രവാചകന് അല്ലാഹ് ഈ അഗ്നിയിലും തണുപ്പ് നൽകി? എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിലും മഹാനായ പ്രവാചകനെ അല്ലാഹു സംരക്ഷിച്ചു എന്ന് ഇവിടെ കൂടിയ എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അദ്ദേഹം ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്, ശിർക്കിന്റെ സമൂഹത്തിലാണ് മഹാനവറുകൾ ജീവിച്ചത്. വീട്ടിൽ മുഴുവൻ ശിർക്കാണ്, നാട്ടിലും ശിർക്കാണ്, അധികാരിവർഗത്തിന്റെ കൊട്ടാരങ്ങളിലും ശിർക്കാണ്, എവിടെയും നോക്കിയാൽ ശിർക്കായിട്ട് പോലും ആ പ്രവാചകൻ ഒരിക്കലും അവരുടെയൊക്കെ കൂട്ടത്തിലല്ലേ ഞാൻ വളരുന്നതെന്ന നിലക്ക് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് പോലും തയ്യാറായില്ല. തന്റെ വിശ്വാസം അടിയറ വെച്ചില്ല. ഇന്നും ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ അത്ര കണിശക്കാരായിട്ടൊന്നും ജീവിക്കണ്ട. മറ്റുള്ളവരുടെ ആഘോഷങ്ങളെയും മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെയും ഒക്കെ കുറച്ചൊക്കെ നമ്മളും പിന്തുടരുന്നത് ഒരു കുഴപ്പവുമില്ലെന്നും, അവരുടെ കൂടി ആചാരങ്ങളും ആഘോഷങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും കുറച്ചൊക്കെ മാനവ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി മതസൗഹാർദ്ദം എന്ന പേരിട്ടുകൊണ്ട് നമുക്കും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആദർശ രംഗത്ത് അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് വാങ്ങിയിട്ടുമൊക്കെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ എന്ന രൂപത്തിലുള്ള ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പാത എന്തായിരുന്നു? ജീവിക്കുന്ന സാഹചര്യം മുഴുവനും ശിർക്കിന്റെ ആളുകളായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വിശ്വാസ രംഗത്ത് ആ പ്രവാചകൻ തയ്യാറായില്ല. അവരുടെ കൂടെ കൂടിയില്ല, അവരുടേതായ ആഘോഷങ്ങളിൽ പങ്കെടുത്തില്ല, അവരുടേതായ സംസ്കാരങ്ങളിൽ പങ്കെടുത്തില്ല. ആ പ്രവാചകനെ അല്ലാഹ് പരിചയപ്പെടുത്തുമ്പോൾ ഒക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ മുഖ്യമായ ഐഡന്റിറ്റി, വമാ കാന മിനൽ മുശ്രിക്കീൻ വലം യകു മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായിരുന്നില്ല. ആ പ്രഖ്യാപനം അതുപോലെ പറയാൻ കൽപ്പിക്കപ്പെട്ടവരല്ലേ മുഅ്മിനീങ്ങളെ നമ്മളെല്ലാം? കൈകെട്ടി നിന്നാൽ നിസ്കാരത്തിന് വജ്ജഹ്തു ചൊല്ലുന്ന നമ്മൾ പറയുന്നു, വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ എന്റെ റബ്ബെന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറുള്ള മുസ്ലിമാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ,
ഞാനൊരിക്കലും ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല, ഞാനത് ചെയ്യൂല എന്ന് 5 നേരത്തെ നിസ്കാരങ്ങളിലും നെഞ്ചത്ത് കൈകെട്ടി നിന്നുകൊണ്ട് പറയുന്ന മുസ്ലിമീങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിൻപറ്റുന്നുണ്ടോ? തൗഹീദി പ്രബോധന രംഗത്ത് സമൂഹത്തോട് കൃത്യമായി എന്തുകൊണ്ട് റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, എന്തുകൊണ്ട് അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, എന്തുകൊണ്ട് അവന് വേണ്ടി മാത്രമേ ബലിയർപ്പിക്കാവൂ, എന്തുകൊണ്ട് അവന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന കണിശമായ തൗഹീദിന്റെ സിദ്ധാന്തം, അതേ നമ്മുടെ സഹോദരങ്ങൾ പുണ്യഭൂമിയിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സിദ്ധാന്തം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഹാജിമാർ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽക്ക്, ലബ്ബൈക ചൊല്ലുന്നത് മുതൽക്ക്, അതിലൊക്കെയും ലാ ശരീക ലക് ലാ ശരീക ലക്, നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. തവാഫിന്റെ സന്ദർഭത്തിൽ, സഅയിന്റെ വേളകളിൽ, കല്ലെറിയുന്ന സന്ദർഭത്തിൽ, അറഫാത്തിൽ ഇന്നലെ നിന്നപ്പോൾ, മുസ്ദലിഫയിൽ രാത്രി താമസിച്ചപ്പോൾ, മിനായിൽ അവർ രാപ്പാർക്കുമ്പോൾ എപ്പോഴും അവരുടെ മനസ്സിൽ ഈ ഒരു തക്ബീർ ധ്വനികളാണ്, ഈ ഒരു ആദർശ പ്രഖ്യാപനമാണ്. ഇത് പൊന്നുപോലെ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മരിച്ചാൽ ശാശ്വതമായ നരകമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മുടെ തൗഹീദാണ്. ആ തൗഹീദ് നിലനിർത്തുവാനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ രംഗത്ത് മഹാനുഭാവൻ കൃത്യമായ നിലക്കുള്ള തന്റെ ദൗത്യമാണ് നിർവഹിച്ചത്. അതുകൊണ്ട് ഈ ഈദ്ഗാഹിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് നമ്മൾ പഠിച്ചു വെക്കണം. ഞാൻ എന്റെ നിസ്കാരത്തിൽ പലതവണ ഇബ്രാഹിം എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ ഏതു പ്രതികൂല സാഹചര്യത്തിലും തന്റെ ആദർശം ഒരാളുടെയും കാൽ കീഴിൽ അടിയറ വെച്ചിട്ടില്ല, തന്റെ ആദർശത്തെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല. അതോടൊപ്പം മനുഷ്യ സ്നേഹം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരോട് സ്നേഹം നിലനിർത്തുകയും അതോടൊപ്പം തന്റെ ആദർശത്തെ കടുകുമണിയോളം പോലും ഒരാൾക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ കാൽ കീഴിൽ സമർപ്പിക്കാതെ ധീരതയോടെ മുന്നോട്ട് പോകണം എന്ന ഏറ്റവും മഹിതമായ ആദർശ പിതാവിന്റെ ഈ മാർഗം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, സർവ തിന്മകൾക്കെതിരെയുമുള്ള ആ പ്രതികരണം, സന്ധിയില്ലാത്ത സമരം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ഇന്നത്തെ പോലെയുള്ള ഒരു ദിവസവും ഇന്നലെ കഴിഞ്ഞ ദിവസവുമൊക്കെ പുണ്യഭൂമികളിൽ വെച്ച് മഹാനായ പ്രവാചകൻ പറയുകയുണ്ടായി, ഓ ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഓ ജനങ്ങളെ, നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ ധനം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, അഭിമാനം പവിത്രമാണ്. ഏതുപോലെ ഈ വിശുദ്ധ കഅബ പവിത്രമായതുപോലെ, മക്കാ രാജ്യത്തിന്റെ പവിത്രത പോലെ, ദുൽഹജ്ജിന്റെ പവിത്രത പോലെ, ദുൽഹജ്ജ് 9-ന്റെയും 10-ന്റെയും ഒക്കെ പവിത്രത പോലെ ഏറ്റവും പവിത്രമാണ് മനുഷ്യന്റെ രക്തം. ആ രക്തം അന്യായമായി ചിന്തരുത്, അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത്, ധനം അന്യായമായി കവർന്നെടുക്കരുത് എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ, ആ പ്രവാചകന്റെ പേരിൽ അതാ സംഘടിച്ച പലരും ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഞങ്ങളെന്ന് സ്വയം പ്രഖ്യാപിച്ച് സ്വയം ഖലീഫയായി ചമഞ്ഞവർ, സ്വയം ജിഹാദിന്റെ പടച്ചട്ട അണിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ നിരപരാധികളുടെ തലയെറുക്കുന്നു, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്നു, രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നു, ബോംബ് വർഷിക്കുന്നു, അതുപോലെ തന്നെ അക്രമങ്ങൾ ചെയ്യുന്നു, അഭിമാനത്തെ വലിച്ചു ചീന്തുന്നു, ധനം കൊള്ളയടിക്കുന്നു. അങ്ങനെ ഇസ്ലാമിന്റെ പേര്, ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്തൊരു അജണ്ടയാണോ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവരിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ ലോകത്ത് അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മഹാനായ പ്രവാചകൻ നമുക്ക് പകർന്നു തന്ന ഒരു വീര്യമുണ്ട്. അതെന്താണ്? സർവ തിന്മകൾക്കെതിരെയുമുള്ള സന്ധിയില്ലാത്ത സമരം. ഇത് ഇസ്ലാമല്ലെന്ന് പറയാൻ
രക്തച്ചൊരിച്ചിലുകളും ആ നിലക്കുള്ള സംഘട്ടനങ്ങളും അത് ഇസ്ലാം ഇവിടെ ഈ സമയത്ത് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഇസ്ലാം സമാധാനമാണ്, ഇസ്ലാം ശാന്തിയാണ്, ഇസ്ലാം സൗഹാർദ്ദമാണ്. അത് വളരെ ക്രൂരമാണ്, അത് ഭീകരമാണ് എന്ന് മീഡിയകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അല്ല ജനങ്ങളെ, ഇസ്ലാം സമാധാനമാണ്. ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് ലോകത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ, അക്രമത്തിന്റെ ശബ്ദങ്ങൾ, അനീതിയുടെ ശബ്ദങ്ങൾ, കൊലപാതകങ്ങൾ, കൊള്ളിവെപ്പുകൾ, അതും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല. അത് ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ള ചില ആളുകൾ, ആ ശത്രുക്കൾ നിശ്ചയിച്ചിട്ടുള്ള ചില ഒളിയ അജണ്ടകളെ നടപ്പാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിയ തെമ്മാടിക്കൂട്ടങ്ങളാണ് ആ ചെയ്തു കൂട്ടുന്നത്. ഇസ്ലാമും അതുമായി ബന്ധമില്ല. ഇസ്ലാം തീവ്രവാദമല്ല, ഭീകരവാദമല്ല. സമാധാനാന്തരീക്ഷത്തിൽ ഇസ്ലാം അതിന്റെ ആദർശം പറയുന്നു. ഇതിൽ ബലാത്കാരമില്ല. ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, വിശ്വസിച്ചാൽ മരണാനന്തരം ശാശ്വത സ്വർഗമുണ്ട്. ഇഷ്ടമില്ലയോ തള്ളിക്കളയാം, തള്ളിക്കളഞ്ഞവർക്ക് മരണാനന്തരം ഭീകരമായ നരകശിക്ഷയുമുണ്ട്. ഈ സന്ദേശം സമൂഹത്തോട് പറയാനാണ് മുസ്ലിമീങ്ങൾ തയ്യാറാവേണ്ടത്. അതാണ് ഇസ്ലാം സമൂഹത്തോട് പറയുന്നതും. ഇനിയും നോക്കൂ സഹോദരങ്ങളെ, ഈ മഹാനായ പ്രവാചകന് വന്ന രണ്ടാമത്തെ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോട് കൽപ്പിക്കുകയാണ്. ഈ ഭാര്യയായ ഹാജറ ബീവിയെയും അതുപോലെ തന്നെ ജീവിതത്തിൽ അവസാനമായി തനിക്ക് കിട്ടിയിട്ടുള്ള ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന പൊന്നോമന പുത്രനെയും മക്കയുടെ മരുക്കാട്ടിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കൽപ്പന നടപ്പിലാക്കുകയാണ്. ഭാര്യയെയും കൈക്കുഞ്ഞിനെയും ആരാരുമില്ലാത്ത വെറും വിജനമായ പ്രദേശത്ത്, ഇന്നത്തെ മക്കയല്ല അന്നത്തെ മക്ക, ആരുമില്ലാത്ത, വെള്ളമില്ലാത്ത, ജനവാസമില്ലാത്ത, പക്ഷിമൃഗാദികളില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, നാട്ടുകാരില്ലാത്ത, ഷോപ്പുകളില്ലാത്ത, ഒന്നുമില്ലാത്ത കേവലം ഉണങ്ങിയ മരുഭൂമിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അതാ ഹാജറ ബീവിയെയും പറക്കമുറ്റാത്ത ചെറിയ മുലകുടി കൊണ്ടിരിക്കുന്ന കൈക്കുഞ്ഞിനെയും വിട്ടുകൊണ്ടു പോകുമ്പോൾ ഇബ്രാഹിം നബിയോട് ഭാര്യയായ ഹാജറ ബീവി തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കുന്നു. എവിടേക്കാ ഞങ്ങളെ ഇട്ട് പോകുന്നത്? എവിടേക്കാ ഞങ്ങളെ ഇട്ട് പോകുന്നത്? മഹാനായ പ്രവാചകൻ മിണ്ടാതെ പിന്നെയും പോകുമ്പോ സഹോദരിമാര് ചിന്തിക്കണം. ആ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോടൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ. അല്ലാഹു അമറക ബിഹാദാ, അല്ലയാണോ താങ്കളോട് ഞങ്ങളെ ഇവിടെ വിട്ടുപോകാൻ വേണ്ടി നിങ്ങളോട് കൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അല്ല പറഞ്ഞിട്ടാ ഞാനിത് ചെയ്യുന്നത്. ആ സമയത്ത് ആ പൊന്നുമ്മ പറയുകയാണ്, ഹാജറ ബീവി പറയുകയാണ്, ഇദൻ ലൻ യുളയ്യിഅനാ, എങ്കിൽ എനിക്ക് സമാധാനമാണ്. ആ റബ്ബ് ഞങ്ങളെ ഒരിക്കലും കൈയൊഴിക്കൂല, ആ റബ്ബ് ഞങ്ങളെ കഷ്ടപ്പെടുത്തൂല, ധൈര്യമായി പൊയ്ക്കോ എന്ന് പറഞ്ഞ് പുഞ്ചിരി പൊഴിക്കുന്ന മുഖവുമായി കൊണ്ട് ഭർത്താവിനെ യാത്രയാക്കുന്ന ഭാര്യ. ഇവിടെ നമ്മൾ ചിന്തിക്കണം, അല്ല പറഞ്ഞെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് ആ ഉമ്മ വിളിച്ചു പറയുന്നത്. ഓ ഉമ്മമാരെ, കുട്ടികളെ നിങ്ങൾ ഒറ്റക്കൊരു ഭാഗത്ത് കൊണ്ടുപോയി താമസിക്കണം, നിങ്ങൾ ഒറ്റക്ക് കഴിയണം എന്ന ഒരു കൽപ്പന ഇന്ന് നമ്മളോടില്ല. പക്ഷേ അല്ല നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, കൽപ്പനകൾ നമ്മൾ കൃത്യമായി പാലിക്കാൻ തയ്യാറാകാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വേഷവിധാനത്തിൽ നമ്മൾ തയ്യാറുണ്ടോ? നമ്മുടെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ തയ്യാറുണ്ടോ? സന്താനങ്ങളെ വളർത്തുന്നതിൽ നമ്മൾ തയ്യാറുണ്ടോ? വീടിന്റെ ഭരണസമയത്ത് നമ്മൾ തയ്യാറുണ്ടോ? പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തയ്യാറുണ്ടോ? അല്ല എന്നോട് എന്തു പറഞ്ഞാലും അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ എനിക്കത് പ്രശ്നമല്ല, ഞാനത് സ്വീകരിക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ ഹാജറ ബീവിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒന്ന് ചിന്തിക്കൂ. റബ്ബ് പറയുന്നതെന്തും എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കാൻ തയ്യാറാണെന്ന് പറയാൻ മാത്രമുള്ള ഈമാനികമായ ദാർഢ്യത നമ്മുടെ ഉമ്മമാർക്ക് ഇന്നുണ്ടോ?
അത് നമ്മൾ ആലോചിക്കണം. ആ പിതാവിനെ, അതല്ലെങ്കിൽ ആ ഭർത്താവിനെ ഹാജറ ബീവി യാത്രയക്കുകയാണ്. അള്ളാഹുവിലുള്ള തവക്കുല്, അള്ളയാണ് എനിക്കുള്ളത്, അള്ള പറഞ്ഞാൽ ഞാനത് കേൾക്കാൻ സന്നദ്ധനാണ്, അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എനിക്കത് വിഷയമേ അല്ല എന്ന് പറയാനുള്ള ദൃഢമായ ഒരു മനക്കരുത്ത് മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹ അവര് സമ്പാദിച്ചുണ്ടാക്കിയത് അവരുടെ ഈമാൻ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇബ്രാഹിം നബിയുടെ ആ പരീക്ഷണത്തിലും മഹാനവറുകൾ വിജയിക്കുകയാണ്. മൂന്നാമതൊരു പരീക്ഷണം കൂടി നമുക്കെല്ലാം അറിയാവുന്ന ഒരു പരീക്ഷണം എന്താണ്? ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ കൂടെ പിച്ചവെച്ച് തന്റെ കൂടെ ഒരു സഹായത്തിന് തനിക്ക് എന്തിനും എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒരു പൊന്നുമോന്റെ പ്രായമെത്തിയപ്പോഴാണ് അള്ളാഹു സ്വപ്നത്തിൽ വഹി കൊടുക്കുന്നത്, മകനെ അറുത്ത് കളയണം, എന്നിട്ട് എന്റെ പ്രീതി സമ്പാദിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് ഇതൊക്കെ പറയാൻ എത്ര എളുപ്പമാണ്. ആ പിതാവ് പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പറയാണ്, മോനെ നിന്നെ അറുക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. മകന്റെ മറുപടി എന്താണ്? യാ അബതിഫ് അൽമാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്റെ പൊന്നു പിതാവേ, കൽപ്പിക്കപ്പെട്ടതെന്താണെങ്കിൽ ചെയ്തോളൂ, ക്ഷമയോടുകൂടി നിങ്ങളുടെ പൊന്നുമോനെ ഉപ്പാക്ക് കാണാം. നോക്കൂ നിങ്ങൾ, ഓ മക്കളെ, ഇബ്രാഹിം എന്ന് പറയുന്ന പിതാവിന്റെ കൽപ്പന കേൾക്കേണ്ട താമസം പൊന്നുമകന് സംശയമില്ല. തല പോകുന്ന കേസായിട്ട് പോലും ബാപ്പ പറഞ്ഞാൽ അനുസരിക്കാൻ മകൻ തയ്യാറാണ്. ഇഷ്ടമില്ലാത്ത കാര്യമായിട്ട് പോലും ബാപ്പ പറഞ്ഞാൽ മോൻ അനുസരിക്കാൻ തയ്യാറാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്നവരായ എന്റെ പൊന്നു മക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൽപ്പന ശിരസാവഹിച്ച പൊന്നോമന പുത്രനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. നമ്മോട് നമ്മുടെ രക്ഷിതാക്കൾ തലപോകുന്ന കൽപ്പനയൊന്നും പറയുന്നില്ല. നമുക്ക് ഒരിക്കലും ചെയ്യാനാകാത്ത കൽപ്പനകൾ നമ്മോട് പറയുന്നില്ല. നിസ്സാരമായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്ന മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് മുസ്ലിമീങ്ങളാകാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത, അവരുടെ കൽപ്പനകൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാകാത്തിടത്തോളം കാലം അവരെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാത്ത ഒരു സമൂഹമാണ് വളർന്നു വരുന്നതെങ്കിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളാകാൻ സാധ്യമല്ല. ആ പിതാവിനെ സംബന്ധിച്ചും മകനെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞത് ഫലമ്മാ അസ്ലമാ, അവർ രണ്ടാളും സമ്പൂർണമായി അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങുകയാണ്, അറവ് നടത്താൻ ഒരുങ്ങുകയാണ്. കയ്യിൽ പിടിച്ചുകൊണ്ട് മിനായുടെ മലമടക്കുകളിൽ പോയി ചെരിച്ചു കിടത്തുകയാണ്, വാള് കഴുത്തിൽ വെക്കുകയാണ്, കത്തിയതാ അമർന്നു പോകാൻ ഒരുങ്ങുന്ന നേരത്ത് അള്ളാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിം നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, പകരം ഒരാടിനെ ഇറക്കിക്കൊടുത്ത് ആടിനെ ഇറക്കാനുള്ള കൽപ്പനയാണ്. ഇന്നും ഇതാ ഈ നിസ്കാരം കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉദൂഹിയത്ത് എന്ന ബലി എന്ന് പറയുന്ന മഹനീയമായ സമർപ്പണം നമുക്ക് വല്ലാത്തൊരു ആദർശമാണത് പകർന്നു തരുന്നത്. എന്റെ ഇഷ്ടങ്ങളൊക്കെ ഈ ലോകത്ത് ഒരുപാടുണ്ട്, പക്ഷേ ആ ഇഷ്ടങ്ങളൊക്കെയും അള്ളാന്റെ ഇഷ്ടത്തിന്റെ മുമ്പിൽ എനിക്ക് ഒന്നുമല്ല എന്ന സന്ദേശമാണത്. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാമിന് എത്രത്തോളം ഇഷ്ടമായിരുന്നു ഇസ്മായിലിനോട്. കാരണം കുഞ്ഞില്ലാതെ ദാമ്പത്യ ജീവിതത്തിൽ ഇരന്നിരന്ന് റബ്ബിനോട് തേടി ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇസ്മായിൽ എന്ന പൊന്നോമന പുത്രനെ കിട്ടുന്നത്. ആ കുട്ടിയെ ഒഴിവാക്കാൻ ഒരു ബാപ്പ തയ്യാറാകുമോ? ആ ബാപ്പയോടാണ് അള്ളാന്റെ കൽപ്പന, അറുക്കണം എന്ന് പറയുന്നത്. തയ്യാറായി. നമ്മൾ ആലോചിക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളല്ല അള്ളാന്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടതെന്ന മഹനീയമായ സന്ദേശമാണ് ഇന്നു മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉദൂഹിയത്ത് എന്ന് പറയുന്ന ബലി സമർപ്പണത്തിലൂടെ ലോക മുസ്ലിമീങ്ങൾ ആവാഹിച്ചെടുക്കേണ്ടുന്ന സന്ദേശം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇഷ്ടപ്പെട്ടതെന്തും അള്ള പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, ത്യജിക്കാൻ തയ്യാറാണ്. നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾ പലതാണ്. നമുക്കൊക്കെ പെരുന്നാളിനും അല്ലാത്ത ദിവസങ്ങളിലുമൊക്കെ പലതും കാണണമെന്ന് കൊതിയുണ്ട്, പലതും കേട്ട് രസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പല വേഷവിധാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി വിലസണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാകും മനുഷ്യന്. പക്ഷേ നമ്മൾ ഇന്ന് ചൊല്ലിയ തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, എനിക്കെന്റെ ജീവിതത്തിൽ വലുത് അള്ളയാണ്. അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം അർത്ഥവത്തായ പ്രഖ്യാപനം. അത് കേവലം ഈദ്ഗാഹുകളിലും നിസ്കാരശേഷവും ചൊല്ലിത്തീർക്കേണ്ടുന്ന കേവല മന്ത്രോച്ചാരണങ്ങളാണെന്നാരും തെറ്റിദ്ധരിക്കരുത്. അള്ളയാണ് എനിക്ക് വലുതെന്നാണ് നമ്മളാ പറയുന്നത്.
ആ പറയുന്നതിനോട് നമുക്ക് കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. എനിക്കെന്റെ ഉപ്പ വലുതല്ല, ഉമ്മ വലുതല്ല, രാജ്യം വലുതല്ല, ആരും വലുതല്ല. എനിക്ക് വലുത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനല്ല എന്ന കൃത്യമായ പ്രഖ്യാപനം. എനിക്കെന്റെ സമ്പത്തിനേക്കാൾ വലുത്, എന്റെ ഭാര്യയേക്കാൾ വലുത്, എന്റെ മകനേക്കാൾ വലുത്, മകളേക്കാൾ വലുത് അള്ളയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം അദ്ദേഹം അത് തെളിയിച്ചു. അള്ള പറഞ്ഞപ്പോൾ മകനെ വേണ്ട എന്ന് വെക്കാൻ തയ്യാറായി, ഭാര്യയെ വിട്ടു പോകണം എന്ന് പറഞ്ഞപ്പോൾ തയ്യാറായി, അറവ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ തയ്യാറായി. എന്തിനും എന്ത് കൽപ്പിച്ചപ്പോഴും ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ അംഗീകരിക്കണം, നീ അനുസരിച്ചോളണം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ, റെഡി, ഞാൻ 100% ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ നിലക്കു അല്ലാഹു അക്ബർ എന്ന് നമുക്ക് പറയാനാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമൂഹത്തോട് പ്രഖ്യാപിച്ചതുപോലെ, ജനങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് ഞാൻ ഒഴിവാണ്, എന്നെ അതിൽ നിങ്ങൾ കൂട്ടാൻ നോക്കണ്ട, എന്നെ അതിന് കിട്ടില്ല. വഅദുഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന മഹനീയമായ സന്ദേശം. ഹജ്ജിന്റെ ചടങ്ങുകളിൽ മുഴുവനും റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയില്ല. ഇബ്രാഹിം നബിയോടുള്ള പ്രാർത്ഥനയില്ല, ഇസ്മായിൽ നബിയോടുള്ള പ്രാർത്ഥനയില്ല, ഹാജറ ബീവിയോടുള്ള പ്രാർത്ഥനയില്ല. എല്ലാം തൗഹീദിൽ അധിഷ്ഠിതമായ ആരാധനാ കർമ്മങ്ങൾ. ആ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ വലില്ലാഹിൽ ഹംദ്, എല്ലാ സ്തുതികളും അല്ലാഹുവിനാകുന്നു നമ്മുടെ തക്ബീറുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. നമ്മളൊക്കെ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടു എന്നറിയണമെങ്കിൽ, മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ കിടത്തിയിട്ടുള്ള, അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലുകളിലൂടെ ഇടക്കൊന്ന് സന്ദർശനത്തിന് പോകണം. ക്യാൻസർ സെന്ററുകളിലൂടെ, മാനസിക രോഗാസ്പത്രികളിലൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് അതിൽ കഴിഞ്ഞുകൂടുന്ന ജന്മങ്ങളെ ഒന്ന് കാണാൻ പോകണം ഇടയ്ക്കിടയ്ക്ക്. എന്തുമാത്രം ഞാൻ അനുഗ്രഹീതനാണ്, എന്തുമാത്രം എനിക്ക് എന്റെ റബ്ബ് ആരോഗ്യം നൽകി, സമ്പത്ത് നൽകി, സൗകര്യങ്ങൾ നൽകി എന്ന് അപ്പോൾ മനസ്സിലാകും. ആ നിഅമത്തുകളോട് പുറംതിരിഞ്ഞു നിൽക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്ന മഹാനായ പ്രവാചകനായിരുന്നു. നമുക്കല്ല നൽകിയ ഈ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കണം. ആരോഗ്യത്തിന് നന്ദി കാണിക്കേണ്ടത് ചീത്തയായ കാര്യങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമല്ല, പെരുന്നാളിന്റെ ദിവസമല്ലേ, ആഘോഷത്തിന്റെ ദിവസമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മഹനീയമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ദൃശ്യവിരുന്നുകൾ ഒരുക്കിയിട്ടുള്ള ആഭാസത്തരങ്ങളുടേതായ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊടുത്തു പോകരുത്. ആ രൂപത്തിലുള്ള വിസ്മയ കാഴ്ചകളിലേക്ക് നിങ്ങൾ നോക്കരുത്, നിങ്ങളുടെ കാതു കൊടുക്കരുത്. കാരണം അള്ളാഹു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്, അല്ലാഹു പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിസ്കരിച്ചത്, അല്ലാഹു പറഞ്ഞിട്ടാണ് നമ്മൾ തക്ബീർ ചൊല്ലിയതെങ്കിൽ ആ റബ്ബിന്റെ കൽപ്പന തന്നെയാണ്. ഹറാം നോക്കരുത്, ഹറാം കാണരുത്, ഹറാമായ വേഷം ധരിക്കരുത്. സഹോദരിമാരെ, ഇന്നത്തെ ദിവസം മനസ്സിലാക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ സമൂഹത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കണം, നരകത്തീ വാങ്ങരുത്. വേഷം ധരിച്ച്, ആ വേഷം ധരിച്ച വേഷം മുഖേന ആളുകളെ പ്രലോഭിപ്പിക്കുന്ന നിലക്ക്, അവരെ വശപ്പെടുത്തുന്ന നിലക്കുള്ള വേഷവിധാനങ്ങൾ ധരിച്ച് ശരീരത്തിന്റെ ഭംഗിയും അഴകും അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരിടത്തേക്കും നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾ ചൊല്ലിയ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ആത്മാർത്ഥമാണെങ്കിൽ, എനിക്കിഷ്ടം വേറെ വേഷമാണെങ്കിലും എന്റെ റബ്ബിന് അത് ഇഷ്ടമല്ലെങ്കിൽ ആ വേഷം ബലി കഴിക്കാൻ ഞാൻ സന്നദ്ധനാണ്. എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ മാറ്റിവെക്കാം, എന്റെ റബ്ബിന് ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കാൻ ഉമ്മമാരെ നമുക്ക് സാധിക്കണം, പെങ്ങളെ നമുക്ക് സാധിക്കണം, സഹോദരി നമുക്ക് സാധിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. വീടിന്റെ അകത്തളങ്ങളിൽ പുറത്തും ഇസ്ലാമിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം നാം മുഴക്കുന്ന തക്ബീറിന്റെ അന്തസ്സത്ത, തക്ബീറിന്റെ കൃത്യമായ ആ ഒരു പ്രത്യേകമായ അതിന്റെ ആസ്വാദനം
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴും നല്ല പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു അദ്ദേഹത്തെ ധാരാളം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്നിട്ടും ആ പ്രവാചകന് ബേജാറ് തീർന്നിരുന്നില്ല. എന്നിട്ടും ആ പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവേ, വിഗ്രഹാരാധനയിൽ നിന്ന്, ശിർക്കിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും രക്ഷിക്കണേ. റബ്ബേ, ഞങ്ങൾ നിസ്കരിക്കുന്നവരാക്കണേ, നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ എന്ന് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ചു. എന്റെ പാപങ്ങൾ പുറത്തു തരണമേ, സത്യവിശ്വാസികൾക്കെല്ലാം പുറത്തു കൊടുക്കണമേ എന്ന് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ചു. സ്വർഗം എനിക്ക് അനന്തരാവകാശമായി നൽകണേ പ്രവാചകൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത മഹ്ശറിൽ അല്ലാഹുവേ, നീ എന്നെ അപമാനിക്കരുതേ. നല്ല മനസ്സുള്ളവർക്കല്ലാതെ അവിടെ രക്ഷപ്പെടാനാവില്ലല്ലോ. ആ നല്ല മനസ്സുള്ളവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ധാരാളക്കണക്കിന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ, എല്ലാ നിലക്കും പരീക്ഷണങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയ ആ പ്രവാചകൻ ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോഴും ഞാൻ ഏതായാലും പരലോകത്ത് സ്വർഗത്തിൽ തന്നെയായിരിക്കും എന്ന അതിരുവിട്ട ആത്മീയമായ ആ തികഞ്ഞ ഒരു കൃത്യമായി എല്ലാം എനിക്ക് തികഞ്ഞു എന്ന ബോധം മഹാനവറുകളെ പിടികൂടിയില്ല. നിരന്തരം പ്രാർത്ഥിക്കുകയായിരുന്നു. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോക നാളിൽ നീ എന്നെ അപമാനിക്കരുത് റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും പ്രാർത്ഥിച്ചുവെങ്കിൽ, പ്രിയ സഹോദരന്മാരെ, അള്ളാഹു ഹറാമാക്കിയ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് ഇനിയും മനസ്സില്ലെങ്കിൽ, അള്ളാഹ് നിഷിദ്ധമാക്കിയതിലേക്ക് ഈ ഈദിന്റെ നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും മടങ്ങിപ്പോകുമെന്നാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ചൊല്ലിയ തക്ബീറുകൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്, നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന് എന്ത് ആത്മാർത്ഥതയാണുള്ളത്, നമ്മൾ പുകഴ്ത്തി പറയുന്ന ത്യാഗീവര്യനായ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ഹോമിക്കപ്പെട്ടപ്പോഴും പതറാതെ പിടിച്ചു നിന്ന മഹാനായ പ്രവാചകന്റെ പേരിൽ ഊറ്റം കൊള്ളുന്നതിൽ നമുക്കെന്ത് അർഹതയാണുള്ളത്? അതുകൊണ്ട് കൃത്യമായി ആലോചിക്കുക, യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ സന്തോഷങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നരകം വാങ്ങുന്ന ഒരു സന്തോഷവും നമുക്ക് വേണ്ട. നരകം വാങ്ങുന്ന സന്തോഷം വേണ്ട. വസ്ത്രം ധരിച്ച് ആ വസ്ത്രത്തിന്റെ ഇടയിലൂടെ തന്നെ തന്റെ നഗ്നത വെളിപ്പെടുത്തുന്ന നരകം വാങ്ങുന്ന പെണ്ണുങ്ങളായി നമ്മൾ മാറരുത്. നിര്യാണിക്ക് താഴെ വസ്ത്രമെടുത്തുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന പുരുഷരായി നമ്മൾ അധപ്പതിക്കരുത്. അതേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഉലൂഹിയത്ത് അറുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ധാരാളം ആളുകൾ എന്റെ ഈ മജ്ലിസിലുണ്ട്, നമ്മുടെ ഈ മജ്ലിസിലുണ്ട് എന്ന് ഈ ഉള്ളവൻ അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ഉലൂഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ ഉലൂഹിയത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ ആ ഉലൂഹിയത്തിന്റെ കർമ്മം നടക്കുന്നത് വരെ അവന്റെ ശരീരത്തിൽ നിന്ന് നഖമോ മുടിയോ നീക്കം ചെയ്യരുതെന്ന് പറഞ്ഞു. അതെ, ആ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് പല സഹോദരന്മാരും ഇപ്പോൾ നഖം മുറിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ നിന്ന് പോയാൽ അവർ നഖം മുറിക്കും. അതുപോലെ തന്നെ ആ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് അവർ മുടി മുറിച്ചിട്ടില്ല, ഇവിടെ നിന്ന് പോയാൽ മുടി മുറിക്കേണ്ടവർ മുടി മുറിക്കും. പക്ഷേ ഇസ്ലാം വളർത്താൻ പറഞ്ഞതാണ് താടിരോമം. അത് ഉലൂഹിയത്ത് കഴിഞ്ഞാൽ ഉടനെ വടിച്ചു കളയാം എന്നൊരാളും തെറ്റിദ്ധരിക്കരുത് പ്രിയമുള്ളവരെ. അള്ളാഹു പറഞ്ഞിട്ടാണ് നമ്മൾ ഈ 10 ദിവസം പിടിച്ചു നിന്നതെങ്കിൽ ആ അള്ളാഹ് തന്നെയാണ് നമ്മോട് നിരന്തരം അത് പിടിച്ചു നിൽത്താൻ വേണ്ടി മഹാനായ പ്രവാചകന്റെ നിർദ്ദേശത്തിലൂടെ ധാരാളക്കണക്കിന് കൽപ്പനകളിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉറങ്ങുമ്പോഴും നമുക്ക് പുണ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മഹനീയമായ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തരുതേ. അത് ഉലൂഹിയത്തിന് വേണ്ടി പിടിച്ചു വെക്കാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിൽ മുഴുവനും എന്റെ ഖബറിലെ സുരക്ഷിതത്വത്തിന്, എന്റെ പരലോകത്ത് വിയർപ്പ് കുറയാൻ, അവിടെയുള്ള നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന നിലക്ക് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം. സഹോദരിമാരും ചിന്തിക്കുക. എല്ലാ കൽപ്പനകളെയും മുഖവിലക്കെടുക്കുക. സന്തോഷം 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 എന്ന് പറയുന്നത് നന്മകൾ ചെയ്തുകൊണ്ടുള്ള സന്തോഷം മാത്രമായിരിക്കണം. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം, കുടുംബ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അതെ, അള്ളാഹുവിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ. നമ്മളൊക്കെ ഇതാ നമ്മുടെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഈദ്ഗാഹിൽ വന്നിരുന്നു. നമുക്കിവിടെ ബോംബിന്റെ ശബ്ദങ്ങളില്ല, നമുക്കിവിടെ പ്രയാസങ്ങളില്ല. സുരക്ഷിതത്വം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്ത ഈ രാജ്യം, ഈ രാജ്യത്തെ എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതേ സമയത്ത് പ്രിയമുള്ളവരെ, കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട്
നമ്മൾ ഈദ്ഗാഹിലേക്ക് സന്തോഷത്തോടെ വന്ന രംഗം നിങ്ങളൊന്നോർത്തു നോക്കൂ. അതേ അവസരത്തിൽ കുട്ടികളെയും പിടിച്ചുകൊണ്ട് കിട്ടാവുന്ന സാധന സാമഗ്രികളും വാരിവലിച്ചുകൊണ്ട് ഉമ്മമാര് ഓടുന്ന നെട്ടോട്ടം മീഡിയകളിലൂടെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉമ്മമാര് ഓടുന്ന നെട്ടോട്ടം, പിതാക്കൾ കുട്ടികളെയും കൊണ്ട് ഓടുകയാണ്. സിറിയയിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കിട്ടാവുന്ന വസ്തുക്കൾ വാരിവലിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിത്തടഞ്ഞു വീണ്, അതുപോലെ തന്നെ ആർത്തട്ടഹസിച്ച് കരഞ്ഞുകൊണ്ട് രാജ്യം വിട്ടുകൊണ്ട് പേടിച്ചോടി പോകുന്ന അഭയാർത്ഥികളെ കണ്ടില്ലേ? നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. അതേ, ആ രൂപത്തിലുള്ള ഒരു പ്രശ്നം നമുക്കിന്നില്ല. അല്ലാഹു നമുക്ക് നൽകിയ ഈ ഒരു നിർഭയത്വം, ഈ ഒരു അമ്ന് നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ പരീക്ഷണങ്ങൾ നമുക്കുമുണ്ടാകും. നാം വളരെ കൃത്യമായി തന്നെ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണം. നിർഭയത്വം എന്ന് പറയുന്ന അനുഗ്രഹം എന്നും നമുക്ക് നിലനിന്ന് കിട്ടണം. ഈ രാജ്യം നിർഭയമാകണം. മുസ്ലിം രാജ്യങ്ങളും മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ മനുഷ്യന് ശാന്തിയും സമാധാനവും ഉണ്ടാകണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതെ, യമനിന്റെ മണ്ണിൽ പടഞ്ഞു വീണ ഒരുപാട് ആത്മാവുകളുണ്ട്. അള്ളാഹു അവർക്ക് അത്യുന്നതമായ സ്വർഗീയമായ പദവി നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അക്രമികളുടെ കൈകൾ പിടിക്കാൻ, അക്രമികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇമാറാത്തിന്റെയും സഊദിയുടെയും ബഹ്റൈനിന്റെയും അതുപോലെയുള്ള സഖ്യരാഷ്ട്രങ്ങളുടെയും പട്ടാളങ്ങൾ യമനിന്റെ മണ്ണിൽ പോയി പടഞ്ഞു ഭരിച്ചിട്ടുണ്ട്. ഇപ്പോഴും യുദ്ധമകത്തുണ്ട് ഒരുപാട് ആളുകൾ. അല്ലാഹുവേ, അവർക്കെല്ലാം നീ പരിപൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ.